മതി മതി അവിടെ കടക്കാം ഹായ് ഹലോ. പച്ചയായ രാഷ്ട്രീയം പാട്ടിലൂടെ അവതരിപ്പിക്കുന്ന നമ്മുടെ വേടൻ റാപ്പർ വേടന്റെ വിവാഹമായിരുന്നു ഇന്നലെ. അപ്പം സോഷ്യൽ മീഡിയ നിറച്ചും വേടനെ കുറിച്ച് പൂഴ്ത്തിയും വാഴ്ത്തിയും ആശംസകളും അതുപോലെ തന്നെ തെറികളും പറഞ്ഞിട്ടുള്ള കുറേയധികം കമന്റ്സും കാണാനിടയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ വേടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വരികൾ നമ്മൾ എന്നും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വരികളൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. എന്താണ് ഇടാൻ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഇദ്ദേഹത്തിന്റെ വിവാഹത്തെ തുടർന്ന് കുറച്ച് കാര്യങ്ങളും കുറെ അധികം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ തന്നെ ഇതുവരെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പൊ നമുക്ക് നോക്കാം. മലപ്പുറം ജില്ല മഞ്ചേരി താലൂക്ക് മഞ്ചേരി വില്ലേജ് ദേശത്ത് ശാന്തി നിവാസി മുരളീധരൻ മകൻ നവമി കെ വി എന്ന താങ്കളെ ഇന്നേ ദിവസം എന്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിക്കുന്നു. മുന്നോട്ടേക്ക് നയിക്കുമെന്ന പ്രതിജ്ഞയാണ് വേടന്റെ സംഗീതത്തിലൂടെ റാപ്പിലൂടെ ഈ കേരളവും നാടും ലോകവും കേൾക്കുന്നത്. എല്ലാവിധ ആശംസകളും വേടന് നൽകുന്നു. വേടന്റെ കല്യാണം വരുന്ന 24-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ മംഗളാശംസകളും ഈ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ 3-ാം അധ്യായം അതുപോലെ തന്നെ തദ്ദേശ ദിനാചരണ പരിപാടിയുടെ ഇവിടെ തീർത്തിട്ടുള്ള സമാപനവും ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നമുക്ക് 4-ാമത്തെ അധ്യായത്തിലേക്ക് അടുത്ത വർഷം കടക്കാം എന്നുകൂടി കമന്റ് ബോക്സിൽ റാപ്പർ വേടന്റെ കല്യാണം വളരെയധികം ചർച്ചയായിട്ടുള്ള ഇരിക്കുകയാണ്. അപ്പൊ അതിന് എനിക്ക് കൃത്യമായിട്ട് എടുത്തു പറയാനുള്ളത് ആ സ്ത്രീ അവരെ എന്തുകൊണ്ട് അവരെ ഇട്ട് ചൂഷണം ചെയ്യുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. ശരിയാണ്, പീഡന കേസിലെ 1, 2, 3 പ്രതികൾ ഇരകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം മാറ്റി വിളിച്ചിട്ട് നവമി എന്ന് പറഞ്ഞ ഒരു വധു ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അവരും ഈ ലോകത്ത് തന്നെയാണല്ലോ ജീവിച്ചിരുന്നത്. അപ്പൊ അവരും ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കും റാപ്പർ വേടൻ എന്ന മനുഷ്യനെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ വേടൻ ഹിരൺദാസ് എന്ന് പറഞ്ഞ മനുഷ്യനെ ആയിരിക്കുമല്ലോ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കുമല്ലോ അവരുടെ ഒരു വിവാഹ ജീവിതത്തിലോട്ട് കടന്നിട്ടുണ്ടാവുക. പിന്നെ അവിടെ നമ്മൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് ഒപ്പീനിയൻ പറയുന്നതിൽ നമുക്കത് ഫോൾട്ടാണ്. അതൊരിക്കലും ആപ്ലിക്കബിൾ അല്ല. നമുക്ക് പറയാം വേടന്റെ വരികളെ വേടൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ പേഴ്സണൽ വിഷയമാണ്. അപ്പം എപ്പോഴും കറുപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന വേടനെ വെളുത്ത പെണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം റാപ്പൻ വേടന്റെ രാഷ്ട്രീയം ഗോവിന്ദൻ ആണ് ഇത് ഒരു അമ്മാവിന്റെ കർത്തവ്യം എന്ന പോലെ തന്നെ ഇത് അനൗൺസ് ചെയ്തത്, പബ്ലിക്കിലോട്ട് അറിയിച്ചത്. റാപ്പർ വേടൻ വിവാഹിതനാകാൻ പോകുന്നു. നമുക്കറിയാം അയാളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് പിണറായി സർക്കാരിന് അല്ലെ, കഞ്ചാവ് അദ്ദേഹം കുറെ അധികം കാര്യങ്ങളിലൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതലും എനിക്ക് എതിർപ്പുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം മറ്റു വീട് സംഭവങ്ങളിലൊക്കെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അപ്പം അത് വളരെയധികം പുതുതലമുറയെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ്. അത് ഇൻഫ്ലുവൻസ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വേടൻ തന്നെ വന്നിട്ട് രംഗത്ത് വന്ന് പറഞ്ഞിരുന്നു, മക്കളെ നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കണ്ട ആ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് പലതവണ ആവർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല, ജാതി വരികളാണ് നമ്മുടെ റാപ്പർ വേടന്റെ വരികളിലൂടെ അയാള് രാഷ്ട്രീയം പറയാണ്. ഭരണഘടനയെ സാക്ഷി നിർത്തിയാണ് റാപ്പർ വേടൻ വിവാഹിതനായത്. അത് വളരെ ലളിതമായ വിവാഹങ്ങളായിരുന്നു. കുറെ അധികം പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ഔട്ട് ആകുന്നുണ്ട്. അപ്പം പാർട്ടി കാര്യങ്ങളൊക്കെ എന്തോ ചെറുതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാലോ, ഓഫ്കോഴ്സ് CPM കാരായിരിക്കും അതിലെ. ഞാൻ ഈ വേടനെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്റെ കമന്റ് ബോക്സിൽ സംഗീ എന്ന് പറഞ്ഞ് കുറെ അധികം ആരാധകർ വരാറുണ്ട്. ഞാൻ സംഗീം കൊങ്കിയും ഒന്നുമല്ല. ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ ചങ്കൂറ്റത്തോടെ മുഖത്ത് നോക്കി പറയുക തന്നെ വേണം. പക്ഷെ ഇപ്പം നമ്മൾ പലതവണ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം കാണിച്ച വേടന്റെ നോക്കി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ അതിന്റെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് കുത്തിവെച്ചിട്ട്, അത് രാഷ്ട്രീയം കുത്തിവെച്ചിട്ടുള്ള ഒരു രീതി, ആ രീതി എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. കാരണം റാപ്പർ വേടനെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ചെറിയ പിള്ളേരുണ്ട്. അപ്പൊ 18, 20, 23 വയസ്സിനിടയിലുള്ള കുറെ പിള്ളേരുണ്ട്. അപ്പൊ ഈ അന്ധമായുള്ള ഫാൻസ് എല്ലാം കൂടെ ഈ റാപ്പർ വേടന്റെ വാക്ക് കേട്ടിട്ട് ഇവർക്ക് കൊണ്ട് വോട്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പൊന്നു പിള്ളേരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തേച്ച് മുടിച്ചു വാരാൻ ഇനി അവിടെ ഒന്നുമില്ല, ബാക്കി എല്ലാം മുടിപ്പിച്ച് തേച്ചു വാരി നാരാണക്കല്ലാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയെല്ലാം അടുത്ത ഒരു ഭരണം വരട്ടെ, കോൺഗ്രസ് കയറണം എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ BJPക്ക് ആര് കയറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ BJPയുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രതിപക്ഷ ആയിട്ട് നിന്നാൽ മതി.
എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തോട് കയറിയാൽ മതി, അവർക്ക് ഭരിക്കണമെന്നോ കാര്യം ചെയ്യണമെന്നൊന്നും അവർക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ പൊതുജനത്തിന്റെ അഭിപ്രായമാണ് ഇനി ഒരു പിണറായി സർക്കാർ 3.0 വരരുത് എന്നുള്ളതിന്റെ സത്യസന്ധമായിട്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ ആഗ്രഹമാണ്. അപ്പം ഇവരെ പോലുള്ള വേടനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ കിടന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ പിള്ളേരാണ് ഇപ്പൊ നമുക്ക് ജെൻസ് കുറെ അധികം വോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇപ്പം ഈ CPM-കാർ തന്നെ കുറെ അധികം നോക്കുവാണെങ്കിൽ തന്നെ അവരെന്നാണ് സ്കൂൾ കോളേജുകൾ SFI അങ്ങനെ കുറെ ഒരു സബ് പാർട്ടീസ് ഉണ്ട്, അവരിൽ നിന്നാണ് കുറെ അധികം വോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ അച്യുതാനന്ദന്റെ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കയ്യിട്ടുപാറിലാണ് മുഖ്യം വികില എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അത് നിങ്ങൾ ആ യാഥാർത്ഥ്യം ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കും. അപ്പൊ എന്തായാലും റാപ്പർ വേടന്റെ വിവാഹത്തോട് തുടർന്ന് നമുക്ക് 2-3 കാര്യങ്ങൾ ക്ലിപ്സും ഒക്കെ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ അധികം കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് വരാം. അത്രേ ഉള്ളൂ. പൊരിഞ്ഞ പോരാട്ടം എന്ന് പറഞ്ഞില്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു പ്രശ്നക്കാരനെ പ്രേമിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലായിരുന്നു നമ്മള്. ആ പ്രശ്നങ്ങളും ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒരേപോലെ ഷെയർ ചെയ്ത് വളരെ ബുദ്ധിമുട്ടി. ഇതൊക്കെയാണ് സംഭവങ്ങൾ. MP ഗോവിന്ദനാണ് അനൗൺസ് ചെയ്തത്. അദ്ദേഹമായിരിക്കും അമ്മാവൻ. അപ്പം വേടന്റെ പാർട്ടി ഏതാണെന്ന് നമുക്ക് പറയാതെ അറിയാലോ, അത് പ്രത്യേകിച്ച് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം കമന്റ് ബോക്സ് വന്ന കറുപ്പ് കഞ്ച, അത് പെണ്ണിന്റെ ഗതികേട്, ഇനി അടുത്ത കരച്ചിലും കൂടെ കാണേണ്ടി വരുമെന്നൊക്കെ. അപ്പൊ നമുക്ക് വീണ്ടും പറയാനുള്ളത്, ഇതവരുടെ ജീവിതമാണ്, ഇതവരുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നമുക്ക് നാളെ എന്തെങ്കിലും അനുകൂലമല്ലാത്തത് വരുന്നത് കണ്ടാൽ നമുക്ക് അപ്പം നോക്കാം. ഇപ്പൊ അവരെ അനുഗ്രഹിച്ച് വിടുക എന്ന് മാത്രമേ നമുക്ക് പറയാവൂ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ശ്രദ്ധിക്കുക. ബൈ.